നമസ്തേ. 16/2/2025 ഞായറാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നക്ഷത്രഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യുക. എന്തെങ്കിലും സ്റ്റിക്കർ ആണെങ്കിലും കമന്റ് ആയിട്ട് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. എൻ്റെ എല്ലാ പോസ്റ്റുകളും ഉള്ളത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. കാരണം എനിക്കാകെ ഒരു നമ്പറേ ഉള്ളൂ. വാട്സാപ്പായിട്ടാണ് അത് കോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഒരൊറ്റ നമ്പർ മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത് കാണുന്ന എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ്. ഇനി അതിനൊരു പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 16/2/2025 ഞായറാഴ്ച മേടം, കർക്കിടകം രാശിക്കാർക്ക് ശുഭവും, വൃശ്ചികം, മകരം, മീനം രാശിക്കാർക്ക് മധ്യമവും, ഇടവം, കന്നി, തുലാം, കുംഭം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, ചിങ്ങം, ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് ഓരോ നാളും എടുത്തു വെച്ച് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഗ്രഹനില ഇന്നത്തെ നമുക്കൊന്ന് നോക്കാം. ആദിത്യനും ശനിയും ബുധനും കുംഭം രാശിയിലും, ശുക്രനും സർപ്പവും രാഹുവും മീനം രാശിയിലും, വ്യാഴം ഇടവൻ രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, ചന്ദ്രനും കേതുവും കന്നി രാശിയിലും സ്ഥിതി ചെയ്യുന്ന ഒരു ദിവസമാണിന്ന്. ഇതിന്റെ വേദാന്ത ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫല നിരൂപണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ മേടക്കൂറാണ്. മേടക്കൂറുകാർക്ക് ഇപ്പോ പൊതുവെ ശുഭകരമായ ഒരു സമയമാണ്. ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും. തൊഴിൽ മേഖലയൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ ഒരു അനുകൂലമായ ദിവസമാണ്. അവർ പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഭാഗം, അതും ഞായറാഴ്ച ആണെങ്കിൽ പോലും അവർക്ക് തീർക്കണം എന്നാഗ്രഹിക്കുന്ന ഭാഗങ്ങളൊക്കെ തീർക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതേപോലെ ബന്ധുക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനം ഈ മേടക്കൂറുകാർക്ക് ഉണ്ടാവും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും. അതേപോലെ സഹോദര സ്ഥാനീയര് അനുകൂലമായിരിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ നിലപാടുണ്ടാകും. ജീവിത പങ്കാളിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സമീപനമൊക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് കുറച്ചൊക്കെ മേന്മയും ഉണ്ടാകും. എന്നാൽ ആത്മവിശ്വാസക്കുറവ്, ഒരു ശരീര ക്ഷീണമൊക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും മേടക്കൂറുകാർക്ക്. എങ്കിലും പൊതുവെ അവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമാണെന്ന് വേണം പറയാൻ. ഇത് ജാതകം അനുകൂലമായവർക്കാണ് കൂടുതലായിട്ട് അനുകൂലം കിട്ടുക. ജാതകം പ്രതികൂലമാണെങ്കിൽ ഈ ശുഭഫലത്തിന്റെ ഫലം കുറയും. അപ്പൊ ജാതകം എല്ലാത്തിനും പ്രാധാന്യമുള്ളതാണ് എന്നുകൂടെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പരിഹാര കർമ്മങ്ങളൊന്നും പറയാത്തത്. പരിഹാരങ്ങളൊക്കെ ജാതകം നോക്കിയാണ് ചെയ്യേണ്ടത്. ഇപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ നാമജപാതി കാര്യങ്ങൾ മതി. ഇനി ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവൻ രാശിക്കാർക്ക് ദൈവാധീന കുറവുള്ള ഒരു സമയമാണ്. അങ്ങനെ ആണെങ്കിൽ പോലും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. സുഹൃത്തുക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാകും. തൊഴിൽ മേഖലയിലൊക്കെ ഒരു മേന്മയുണ്ടാകും. ഇപ്പൊ ഞായറാഴ്ച തൊഴിൽ മേഖലയിൽ മേന്മ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച തൊഴിൽ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ ഞായറാഴ്ച എന്ത് തൊഴിലാണ് എന്ന് ചോദിച്ചു. ഞായറാഴ്ച സർക്കാർ ജീവനക്കാർക്ക് തൊഴിലുണ്ടാവില്ലായിരിക്കാം, ഇതിൽ കുറെ ആളുകൾക്ക് തൊഴിലുണ്ടാവില്ല. പക്ഷെ ജീവിതത്തിൽ ഈ ഭൂമിയില് ഏതാണ്ട് 80% ആളുകളും ഞായറാഴ്ച തൊഴിലിന് പോകുന്നവരാണ്. അത് മനസ്സിലാക്കണം. അങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് കമന്റിട്ട് നമുക്കറിയാം. എങ്കിലും പറയുന്ന മാത്രമാണ്
അവർക്ക് തൊഴിൽ ഭാഗമൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ദൈവാധീന കുറവുള്ള ഒരു കാര്യമായിരിക്കും. ദിവസമായതുകൊണ്ട് അലസതയും മടിയും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകാവുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച. തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നും പറയാൻ കഴിയുന്ന അവസ്ഥയല്ല. സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ആരോഗ്യം അത്ര അനുകൂലമായിക്കൊള്ളണം ഇല്ല. ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളും ഈ ദിവസം അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട്. മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസം തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും കാര്യസാധ്യം വളരെ പതുക്കെയായിരിക്കും. ആഗ്രഹിക്കുന്ന പോലെ ഒന്നും തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. എല്ലാത്തിനും തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. ദൈവാധീനം തീരെ കുറവായ ഒരു ദിവസമായതുകൊണ്ട് എല്ലാവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ആരോഗ്യ കാര്യത്തില് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഭക്ഷണ കാര്യത്തിലും വളരെ ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ ശ്രദ്ധയോ ആവശ്യമുള്ള ഒരു ദിവസമാണ് മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർവ്യം ആദ്യ മുക്കാൽ ഭാഗത്ത് വരുന്ന മിഥുനക്കുറുകാർ. എല്ലാ കാര്യത്തിലും മിഥുനക്കുറുകാർക്ക് ഒരു ശ്രദ്ധ ആവശ്യമാണ്. കർക്കിടകം, പുണർന്നം അവസാന കാൽഭാഗം, പൂയം ഐല്യം. കർക്കിടകക്കുറുകാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും. അതേപോലെ അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമായ ദിവസമാണ്. അവരുടെ കാര്യങ്ങളൊക്കെ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു പരിധി വരെ നടപ്പിലാക്കാൻ കഴിയും. ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകും. വാക്കുകൾ പൊതുവെ അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയും. സാമ്പത്തിക കാര്യത്തിലും പൊതുവെ അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും. എന്നാൽ സഹോദര സ്ഥാനീയരത്ത് അനുകൂലമല്ല. തൊഴിൽ മേന്മ കുറച്ചു കുറവാണ്. തൊഴിലാളികളുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും. ചിങ്ങം, മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങരാശിക്കാർക്ക് ദൈവാധീനം കുറവാണ്. സഹോദര സ്ഥാനീയര് അനുകൂലമായിരിക്കില്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അത്ര പ്രയോജനപ്പെടുന്നില്ല. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായി പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകും. എന്നാൽ കിട്ടേണ്ട അംഗീകാരങ്ങളൊന്നും കിട്ടില്ലാത്ത ദിവസമായിരിക്കും. മനസ്സിന് ഒരു സ്വസ്ഥത കുറഞ്ഞ ദിവസമായിരിക്കും. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ ദിവസമല്ല. ധനപരമായി കുറച്ച് ചെലവൊക്കെ വരാൻ സാധ്യതയുണ്ട്. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുകയും ചെയ്യും. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. എങ്കിലും അത്ര പൊതുവെ ഗ്രഹനില അനുസരിച്ച് അനുകൂലമായ ദിവസമൊന്നുമല്ല. സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. എന്നാൽ അവരിൽ നിന്ന് അനുകൂലമായ പല സമീപനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വാക്ക് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിലരംഗത്ത് മേന്മയുണ്ടാകും. ആത്മവിശ്വാസക്കുറവ് മൂലമുണ്ടാകുന്ന പല പ്രയാസങ്ങളും കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയരായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ നടത്താൻ പോകുന്നവർക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമല്ലാത്ത സമീപനങ്ങൾ ഉണ്ടാകും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ കന്നിക്കൂറുകാർക്ക് ഈ ദിവസം ഉണ്ടാകും. ശ്രദ്ധിക്കണം. തുലാം, ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസമാണ് ഞായറാഴ്ച. എങ്കിലും എല്ലാ കാര്യത്തിലും ഒരു അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയര്, സുഹൃത്തുക്കള് ഇവരൊന്നും അനുകൂലമല്ല. ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കില്ല. വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയുമായി മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ അനുഭവിക്കേണ്ടതായിട്ടും വരും. തുലാം എന്ന് പറഞ്ഞാൽ ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ്.
ദൈവാധീനം തീരെ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് എല്ലാ കാര്യത്തിലൂടെ ശ്രദ്ധയും കരുതലും തുലാം രാശിക്കാർക്ക് ഇനി കുറച്ച് നാളത്തേക്ക് വേണ്ടതാണ്. ഞായറാഴ്ച ഒട്ടും അനുകൂലമല്ല. വൃശ്ചികം, വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഇവർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. എങ്കിലും അത്ര മേന്മയൊന്നും പറയാനില്ല. എന്നാലും വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനൊക്കെ കഴിയും. കുടിശ്ശിയുള്ള പഠന ഭാഗങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. ബന്ധുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ അനുകൂലമായിരിക്കും. സുഹൃത്തുക്കളൊക്കെ ഒരു പരിധിവരെ നല്ല രീതിയിൽ അനുകൂലമായിരിക്കും. എന്നാൽ സാമ്പത്തികമായ കാര്യങ്ങൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ എല്ലാവർക്കും നടന്നു കിട്ടും. മക്കളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ എല്ലാത്തിലും വൃശ്ചിക രാശിക്കാർക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. മനസ്വസ്ഥത കുറവ് വൃശ്ചിക രാശിക്കാർക്ക് മനസ്വസ്ഥത കുറയുന്ന ഒരു സമയം കൂടെയാണ്. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വളരെ കുറവാണ്. ജീവിത പങ്കാളിൽ നിന്ന് പൊതുവെ അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാം. തൊഴിലാളികളുടെ നിന്നൊക്കെ ഒരു സഹകരണ മനോഭാവം ഉണ്ടാകാം. എന്നാൽ ആത്മവിശ്വാസക്കുറവും ബുദ്ധി വേണ്ട രീതിയിൽ പ്രകാശിക്കാത്തത് കൊണ്ടുള്ള പ്രയാസവും മൂലം ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുജനങ്ങളും അത്ര അനുകൂലമായിരിക്കില്ല. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ സ്വയം സൃഷ്ടിക്കും. തൊഴിൽ രംഗത്ത് വളരെയധികം തൊഴിൽ രംഗത്ത് ലഹരി ഉപയോഗിച്ചുകൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകും. മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരരാശിക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണെങ്കിൽ പോലും പൊതുവെ അത്ര മേന്മയുള്ള ദിവസങ്ങളൊന്നുമല്ല. എങ്കിലും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും. വിദ്യാകാര്യങ്ങൾ അനുകൂലമായിരിക്കും. ബന്ധുക്കളൊക്കെ അനുകൂലമായിരിക്കും. നല്ല വാക്കുകൾ മൂലം സുഹൃത്തുക്കളെ നേടാനൊക്കെ കഴിയും. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ നിലപാട്, ജീവിത പങ്കാളിൽ നിന്ന് അനുകൂലമായ നിലപാടൊക്കെ ഉണ്ടാകും. എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടും. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന അനുകൂലമല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകളൊക്കെ മകരരാശിക്കാർ അനുഭവിക്കേണ്ടതായിട്ട് വരും. എങ്കിലും ദൈവാധീനമുള്ള ഒരു ദിവസമായതുകൊണ്ട് ചില പല പ്രശ്നങ്ങളും നാമജപത്തിലൂടെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഈ മകരരാശിക്കാർക്ക് കഴിയും. മകരരാശി എന്ന് പറയുന്നത് ഉത്രാട അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭരാശിക്കാർക്ക് ദൈവാധീനം ഒട്ടുമില്ലാത്ത ഒരു ദിവസമാണ്. എങ്കിലും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. ഈ അമിതമായ ആത്മവിശ്വാസം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സ് നേരായ രീതിയിൽ നിൽക്കാൻ സാധ്യത കുറവാണ്. ബുദ്ധിയും വേണ്ട രീതിയിൽ അന്ന് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിയും മനസ്സും അനുകൂലമല്ലാതിരിക്കുകയും ആത്മവിശ്വാസ വർധനവ് വർദ്ധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പല അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്ന് ചാടി പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. ആരോഗ്യവും അത്ര അനുകൂലമല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിയുന്നതിന് ഞാൻ 6 മണിക്ക് പോസ്റ്റ് ചെയ്ത തൊഴിൽ എന്ന ഭാഗം നിങ്ങൾ കാണുക. തൊഴിൽ മേഖല എന്ന ഭാഗം കാണുക. ഇനി അതേപോലെ തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. സുഹൃത്തുക്കൾ അനുകൂലമാണോ അനുകൂലമാണ്, എന്താ പ്രതികൂലമാകുകയും ചെയ്യും. ബന്ധുജനങ്ങളൊന്നും ഓർത്ത് അനുകൂലമല്ല. തൊഴിൽ രംഗത്തെ തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുംഭരാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഇനി മീനം, പുരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മീനരാശിക്കാർക്ക് ദൈവാധീനം ഒട്ടും ഇല്ലാത്ത ദിവസമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരിൽ നിന്നും വളരെ പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. സുഹൃത്തുക്കൾ ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്.
സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ പ്രയാസങ്ങൾ അനുഭവപ്പെടും. എന്നാൽ ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാകും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാകും. പൊതുവെ ഉള്ള ഒരു ഫലമാണ്, ഒരു സൂചനയാണിത്. ഇതിൽ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവര് നാമൊക്കെ ജപിച്ച് ആ ദോഷങ്ങൾ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പലരും പറയാറുണ്ട് ശുഭഫലങ്ങൾ അത് കുറവാണ് പറയുന്നത്. ശുഭഫലങ്ങൾ പറയുന്നുണ്ട്, ആ സൂചനകൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ തിരക്ക് പിടിച്ച് ഇത് കേട്ടിട്ട് ഓടിപ്പോയിട്ട് അത് കേട്ടില്ല ഇത് കേട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് കൃത്യമായി കേൾക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളവർ ഒരല്പം ശ്രദ്ധയോടുകൂടി അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. കൂടുതലും രാശികൾ ദോഷകരമായി നിൽക്കുന്നവർക്ക് ഞാൻ ദോഷഫലങ്ങൾ കൂടുതലായി പറയാറുണ്ട്. ഈ ദോഷഫലങ്ങൾ കൂടുതൽ പറയുന്നത് അങ്ങനെ വരാൻ സാധ്യതയുള്ളത് വരാതിരിക്കട്ടെ, അതിനു വേണ്ട മുൻകരുതൽ നിങ്ങൾ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ദേവി.